എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധ ഉത്തരാർത്ഥം അധ്യായം 67 എന്ന് ആരംഭിക്കുന്നു. ഈ 67-ാമത്തെ അധ്യായത്തിലെ ബലരാമൻ രൈവതകഗിരിയിലെ യുവതീ സഹിതനായിട്ട് ക്രീഡിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ദുഷ്ടനായ ദ്വിവിധൻ വന്ന് ശല്യപ്പെടുത്തി. അങ്ങനെ ആ ദ്വിവിധൻ എന്ന വാനരനെ വധിച്ച കഥ പറയണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. കഥാമയം ഭാഗവതാഭിധാനാം ഹരേ തനും ദേ ചരിതേ ത്വദീയൈ യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി സീദാച്യുത മാരുതേശ. ഗംഗണപതയേ നമഃ. സംസരസ്വത്യൈ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ് ഭാഗവത ദശമസ്കന്ധ സപ്തഷഷ്ടിതമോധ്യായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീരാജോവാച. ഭൂയോഹം ശ്രോതുമിച്ഛാമി രാമസ്യാത്ഭുതകർമ്മണ അനന്തസ്യ അപ്രമേയസ്യ യദന്യൽ കൃതവാൻ പ്രഭു. പരീക്ഷിത് മഹാരാജാവ് ശ്രീ ശുകബ്രഹ്മർഷിയോട് ചോദിക്കുകയാണ്. അനന്തമായ ഗുണങ്ങള് ഉള്ള ആളാണ് ഈ ബലരാമസ്വാമി. എന്തൊക്കെ പ്രവൃത്തികളാണ്, എന്തൊക്കെ അത്ഭുത ലീലകളാണ് അദ്ദേഹം ചെയ്യുക എന്ന് മുൻകൂട്ടി നിശ്ചയിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ബഹുവിധങ്ങളായ ആശ്ചര്യകർമ്മങ്ങൾ നടത്തിയവനായ ആ ബലരാമൻ കാളീന്തി ഭേദത്തിനു ശേഷം കാളീന്തിയെ ആകർഷിച്ച് കൊണ്ടുപോയ കഥ പറഞ്ഞല്ലോ, കാളീന്തിയുടെ കഥ. കാളീന്തി വിസമ്മതിച്ചപ്പോ കരപ്പയിട്ട് വലിച്ചില്ലേ. അതിനുശേഷം പിന്നെ എന്തൊക്കെ പ്രവൃത്തികളാണ് അദ്ദേഹം ചെയ്തത് എന്ന് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പരീക്ഷിത് മഹാരാജാവ് ശ്രീ ശുകബ്രഹ്മർഷിയോട് ചോദിക്കുകയാണ്. അപ്പൊ ശ്രീ ശുകബ്രഹ്മർഷി മറുപടി പറയണു. ശ്രീ ശുക ഉവാച. നരകസ്യ സഖാ കശ്ചിൽ ദ്വിവിധോ നാമ വാനര സുഗ്രീവ സജീവസോധ പ്രാതാ മൈന്ദ്യസ്യ വീര്യവാൻ. ശ്രീ ശുകബ്രഹ്മർഷി പറഞ്ഞു, നരകാസുരന്റെ ഇഷ്ടനായിട്ട് ദ്വിവിധൻ എന്നു പേരോടുകൂടിയ ഒരു വാനരൻ ഉണ്ടായിരുന്നു. അവനെ സാമാന്യനല്ല. രാമായണത്തിലെ പ്രസിദ്ധനായിരുന്ന സുഗ്രീവന്റെ മന്ത്രിയായിരുന്നു. അപ്പൊ അത്രയും മന്ത്രശക്തി ഉള്ള ആളായിരുന്നു ഈ ദ്വിവിധൻ. മൈന്ദന്റെ വീര്യശാലിയായ ഭ്രാതാവുമാണ്. നരകാസുരന്റെ സഖാവായതുകൊണ്ട് നരകാസുരനെ വധിച്ചില്ലേ ഭഗവാൻ, അത് കാരണം കൃഷ്ണദ്വേഷിയായി തീർന്നു. സഖ്യുസോപചിതിം കുറുവൻ വാനരോ രാഷ്ട്രവിപ്ലവം പുരഗ്രാമാകരാൻ ഘോഷാൻ അദഹൽ വന്യമുത്സൃജൻ. ആ വാനരൻ തന്റെ സ്നേഹിതനായ നരകാസുരനെ കൊന്നതിന് പകരം വീട്ടണം എന്നുള്ള വിചാരത്തോടെ ഭഗവാൻ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പട്ടണങ്ങളും ഗ്രാമങ്ങളും ധാരാളം പുരങ്ങളും ഒക്കെ ഇതെല്ലാം നശിക്കണം. ആ ശ്രീകൃഷ്ണന്റെ അധീനത്തിലുള്ള സകല സ്ഥലങ്ങളും നശിക്കണം. അതിലുള്ള കെട്ടിടങ്ങളും കൊട്ടാരങ്ങളും ഒക്കെ അതിങ്ങനെ നശിപ്പിക്കാം. അതെല്ലാം തീയിട്ട് നശിപ്പിക്കും. അങ്ങനെയാണ് അയാളുടെ പണി. കുജിൽ സശൈലാനുൽപാട്യ തൈർദേശാൻ സമചൂർണയത് ആനർത്താൻ സുതരാമേവ യത്രാസ്തേ മിത്രഃ ഹരി. ആ ദ്വിവിധൻ ചിലപ്പോ പർവ്വതങ്ങളെയൊക്കെ അടിയോടെ പുഴക്കിയെടുത്ത് ഓരോ ദേശങ്ങളിൽ കൊണ്ടുപോയിട്ട് ആ വക ദേശങ്ങളിലുള്ള വീടുകളെയും ജനങ്ങളെയും ഒക്കെ പൊടി പൊടിയാക്കി നശിപ്പിച്ചു. തന്റെ സ്നേഹിതനായ നരകാസുരനെ കൊന്ന ശത്രുവായിട്ടുള്ള
ആ ശ്രീകൃഷ്ണൻ ഇരിക്കുന്ന ദ്വാരകയുടെ സമീപ പ്രദേശങ്ങളായ ആനർത്ത രാജ്യങ്ങളിൽ ഇങ്ങനെ ഉപദ്രവം സകല സ്ഥലത്തും ഉപദ്രവിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു ആ ജീവിതൻ. കുചിൽ സമുദ്രമധ്യസ്ഥോ ദൗർഭ്യാമുൽക്ഷിപ്യ തജ്ജലം ദേശാൻ നാഗായുധ പ്രാണോ വേലാകുലാനമജ്ജയത്. 10,000 ആനകൾക്കുള്ള ബലത്തോടു കൂടിയ ആ വാനരൻ ചിലപ്പോ സമുദ്രമധ്യത്തിൽ ചെന്ന് നിന്നിട്ട് അതിലെ വെള്ളത്തിന്റെ ഗതിയെ കൈകൾ കൊണ്ട് ഇങ്ങനെ തടഞ്ഞു നിർത്തും. ഈ അണ കെട്ടണ മാതിരി 2 കൈ കൊണ്ട്. അത്ര ശക്തിയാ ആ വാനരന്. അപ്പോ ഈ സമുദ്രജലം കര കവിഞ്ഞിങ്ങനെ മേൽപോട്ട് ഒഴുകും. അങ്ങനെ ആ സമുദ്രത്തിന്റെ തീരത്തുള്ള പല ദേശങ്ങളെയും വെള്ളത്തിൽ മുക്കി ഇങ്ങനെ നശിപ്പിച്ചു ഈ ദ്വിവിധൻ. ആശ്രമാൻ ഋഷി മുഖ്യാനാം കൃത്വാ ഭഗ്നവനസ്പതീൻ അദൂഷയൽ ശകൃന്മൂത്രൈ അഗ്നീൻ വൈതാനികാൻ ഖല. ദുഷ്ടനായിട്ടുള്ള ആ വാനരൻ മഹാന്മാരായ ഋഷികളുടെ ആശ്രമ സമീപത്തിൽ നിൽക്കുന്ന ഫലവൃക്ഷങ്ങളെല്ലാം അങ്ങോട്ട് വെട്ടിക്കളയും. എന്നിട്ട് ആശ്രമത്തിനുള്ളിൽ കടന്ന് ഹോമശാലയില് ജ്വലിക്കണ അഗ്നി ഉണ്ടല്ലോ, ആഹവനീയാദി ആഹവനം ചെയ്തിരിക്കുന്ന ആ അഗ്നികുണ്ഡങ്ങളില് മലമൂത്രങ്ങൾ വിസർജിച്ച് ഒക്കെ അശുദ്ധപ്പെടുത്തും. ഹീനമായിട്ടുള്ള ഉപദ്രവങ്ങളാണ് ആ വാനരൻ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. പുരുഷാൻ യോഷിതോ ദൃപ്ത ക്ഷ്മാവൃദ്രോണീ ഗുഹാസുസ നിക്ഷിപ്യജാപ്യഥാ ശൈലൈ പേശസ്കാരീവ കീടകം. ദുരഹങ്കാരിയായ അവൻ പുരുഷന്മാരെയും സ്ത്രീകളെയും പർവ്വതങ്ങളുടെ ഗുഹകളിലും മറ്റും കൊണ്ടുപോയിട്ട് ആ ഗുഹാമുഖം കല്ലുകളിട്ട് അങ്ങോട്ട് അടച്ചു. വേട്ടാളൻ പുഴുവിനെ കൊണ്ടുവന്ന് തന്റെ കൂട്ടിൽ വെച്ചിട്ട് എവിടെയും പോവാൻ സമ്മതിക്കാത്തതുപോലെ ഇവൻ മനുഷ്യരെ ഇങ്ങനെ തടഞ്ഞു നിർത്തി നശിപ്പിക്കുക. ഇങ്ങനെയൊക്കെയുള്ള ഉപദ്രവങ്ങളാണ് ആ ജീവിതൻ ചെയ്തുകൊണ്ടിരുന്നത്. ഏവം ദേശാൻ വിപ്രകുറുവൻ ദൂഷയൻശ്ച കുലസ്ത്രിയ ശ്രുത്വാ സുലളിതം ഗീതം ഗിരിം രൈവതകം യയോ. ഇങ്ങനെ ജനങ്ങളെ ഉപദ്രവിച്ചും കുലസ്ത്രീകളെ ദുഷിപ്പിച്ചും കൊണ്ട് നടക്കുന്ന ആ ദ്വിവിധൻ ആ ബലരാമൻ പാടുന്ന അതിമനോഹരമായ പാട്ട് കേട്ടു. അപ്പൊ ആ എവിടുന്ന ഈ നാദം കേൾക്കണേന്ന് വിചാരിച്ച് ആ രൈവതക പർവ്വതത്തിന്റെ മുകളിലേക്ക് അങ്ങോട്ട് ചെന്നു. അപ്പോഴാണ് കണ്ടു തത്രാപശ്യൽ യദുപതിം രാമം കരമാലിനം സുദർശനീയ സർവാംഗം ലലനായുധമധ്യകം. ആ പർവ്വതത്തിലെ സർവാംഗ സുന്ദരനായ യദുപതി ബലരാമൻ താമരദളം കൊണ്ട് കെട്ടിയ മാല കഴുത്തിൽ അണിഞ്ഞുകൊണ്ട് ആ കുറെ സുന്ദരികളുടെ മധ്യത്തിൽ എങ്ങനെ ഇരിക്കണു കണ്ടു ഈ ദ്വിവിധൻ. ഗായന്തം വാരുണീം പീത്വാ മദവിഹ്വലലോചനം വിഭ്രാജമാനം വപുഷാ പ്രഭിന്നമിവ വാരണം. ആ മധുരാപാനം നിമിത്തമുള്ള മതത്തെ സൂചിപ്പിക്കുന്ന വിധത്തില് അങ്ങനെ കണ്ണുകള് ഇളകിക്കൊണ്ടിരിക്കുന്ന കൺമിഴികളോടുകൂടിയും ആനന്ദ സൂചകമായ ആ ഗാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ബലരാമൻ മതിച്ച ആനയെ പോലെ അങ്ങനെ ശോഭിച്ചിരുന്നു. അങ്ങനെ നല്ല മദ്യപാന്മാരുടെ അങ്ങനെയല്ലേ കണ്ണുകളൊക്കെ അങ്ങനെ ഒരു ഈർത്തിരിക്കും അല്ലെ, ആകെ കൂടി ഇങ്ങനെ ഒരു മതിച്ച മത്തു പിടിച്ച്. അപ്പൊ അങ്ങനെ നല്ലോണം ഗാനം ചെയ്യാൻ തോന്നി. അങ്ങനെ ഗാനം ചെയ്തുകൊണ്ട് ഇരിക്കുന്ന സമയത്താണ് ദ്വിവിധന്റെ വരവ്. ദുഷ്ടശാഖാ മൃഗശാഖാമാരൂഢ കമ്പയൻ ദ്രുമാൻ ചക്രേ കിലികിലാ ശബ്ദം ആത്മാനം സംപ്രദർശയൻ. ആ കുരങ്ങന്റെ സ്വഭാവം അനുസരിച്ച് ഒരു കൊമ്പിൽ നിന്ന് മറ്റൊരു കൊമ്പിലേക്ക് ഇങ്ങനെ ചാടി ചാടി മരങ്ങളെയൊക്കെ ഇങ്ങനെ ഇളക്കിക്കൊണ്ട് ബലരാമൻ കാണണം താൻ കാണിക്കണതൊക്കെ എന്ന് അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്ന് കാണിച്ചുകൊണ്ടിരുന്നു. ഒരുതരം ശബ്ദം പുറപ്പെടുപ്പിച്ചു, കിലുകില ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ടിരുന്നു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.